ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി അപ്പം മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാം കേട്ടോ. ഇതിനായിട്ട് തലേദിവസം തന്നെ ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ, അത് മിക്സിയിലേക്ക് ഇടാം. പിന്നെ ഇതിലേക്ക് ഒരു അല്പം തേങ്ങ, കുറച്ച് ചോറ്, പിന്നെ ഷുഗറും കുറച്ച് ഈസ്റ്റും ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് നടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. കാലത്ത് എൻ്റെ ഇതായിരുന്നു കേട്ടോ ഞാൻ കണ്ട കാഴ്ച. സംഭവം നല്ല അടിപൊളിയായിട്ട് വീർത്തിട്ടുണ്ട്. എന്നിട്ടൊരു അപ്പച്ചട്ടി എടുക്കാൻ നൈസായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇനി ഇതിന്റെ ടേസ്റ്റ് നോക്കാനായിട്ട് ആരും വിളിക്കാൻ നിൽക്കണ്ട. ഇതിന്റെ മണം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞെത്തിക്കോളും. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ മട്ടൺ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് ജിഞ്ചർ, ഗാർലിക് എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സബോളയും പച്ചമുളകും ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം പെപ്പറും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മട്ടൺ അങ്ങനെ വേവിക്കാൻ വെക്കാം. ഇനി സ്റ്റൂവിന് വേണ്ടത് നെക്സ്റ്റ് തേങ്ങാപ്പാലാണ്. ഇതിനു വേണ്ടി 3/4 തേങ്ങയുടെ പാൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1-ാം പാലും 2-ാം പാലും മാത്രം മതിയേ. 3-ാം പാലും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മട്ടൻ നമുക്കൊരു 4-5 വിസിലെങ്കിലും ഇരിക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് പൊട്ടറ്റോയും ക്യാരറ്റും ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് വഴറ്റാൻ വേണ്ടി നമുക്ക് സബോള വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സബോളയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമ്മൾ വെച്ചിരുന്ന മട്ടൺ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന 2-ാം പാലില്ലേ, അതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം 2-ാം പാലിൽ ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. രണ്ടാം പാല് ഓൾമോസ്റ്റ് വറ്റി കുറുകുമ്പയ്ക്കും നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഞാൻ പെപ്പർ ഒന്ന് പൊടിച്ചു വയ്ക്കുന്നുണ്ട്. ഇനി നമ്മുടെ കട്ടിയുള്ള ഫസ്റ്റത്തെ പാൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മട്ടൺ കുറച്ചുകൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ. ലാസ്റ്റ് നമ്മൾ ചതച്ച് വെച്ച ഫ്രഷ് പെപ്പറില്ലേ, അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പരിപാടി അങ്ങോട്ട് സെറ്റായി. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി, നമ്മുടെ സ്റ്റൂ റെഡി. സ്റ്റൂ ശരിക്കും പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 2 അപ്പം കൂടി ഉണ്ടാക്കി നമുക്ക് സ്റ്റൂ കൂടി കഴിക്കാം കേട്ടോ. ഇങ്ങനെ നോക്കാം.
അടിപൊളിയാണ്. ഉറപ്പായിട്ട് ഈസ്റ്ററിന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൊളിക്കും.